നമസ്കാരം. സ്മൃതി പരുത്തിക്കാട് കിടന്ന് കോൺഗ്രസിനു വേണ്ടി ഇത്രയും മെഴുകിയിട്ടും എന്തേ റിപ്പോർട്ടർ ചാനലിനോട് അടൂർ പ്രകാശിനും കോൺഗ്രസിനും ഇത്ര കലിപ്പ്? ഇന്നിപ്പോ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വന്ന അടൂർ പ്രകാശ് രണ്ടിടത്ത് മാധ്യമങ്ങളെ കണ്ടു. രണ്ട് സന്ദർഭത്തിലും റിപ്പോർട്ടർ ചാനലിനോട് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു, ആ ചാനലിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. ചോദ്യങ്ങളോട് മറുപടി പറയുന്നതിന് പകരം റിപ്പോർട്ടർ ചാനലിലെ മാനേജ്മെന്റിനെയും ഒപ്പം തന്നെ ചാനലിനെയും പരിഹസിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. എന്താണ് റിപ്പോർട്ടർ ചാനൽ അടൂർ പ്രകാശിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്ത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ വസ്തുതകൾ ജനങ്ങളോട് പറഞ്ഞു. PR പണി എടുത്ത് കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യാതെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞതാണ് അടൂർ പ്രകാശിനെ പോലുള്ളവർക്ക് വല്ലാത്ത ഹാലിളക്കം ചാനലിനോട് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോ രണ്ടിടങ്ങളിലെ ചോദ്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒന്നും ഒളിക്കാനില്ലാത്ത മനുഷ്യർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വസ്തുതകൾ പറയുന്നവർ, അവരോട് കോൺഗ്രസ്സുകാരുടെ സമീപനം എന്തെന്നാണ് റിപ്പോർട്ടർ ചാനലിനോട് കാണിക്കുന്ന അസഹിഷ്ണുത തെളിയിക്കുന്നത്. ഒരു കാര്യം ചിന്തിക്കുക, CPM-നെ നിരന്നു നിന്ന് സകല ചാനലുകളും ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രത്യേകിച്ച് എന്തിനും ഏതിനും ഡെയിലി 10-20 വാർത്തകൾ എതിരായിട്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോഴും ഇതുപോലെ ഒരിടത്തും ഒരു ചാനലിനെയും അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനോ മുതിർന്നിട്ടില്ല. ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിലെ രണ്ട് ചോദ്യങ്ങളെ എങ്ങനെയാണ് അടൂർ പ്രകാശ് നേരിട്ടതെന്ന് നിങ്ങളൊന്ന് കണ്ടേ. ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കുന്നുണ്ടോ? SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഒരു മറുപടി ഞാൻ പറയാം. നിങ്ങൾ എത്ര കിടന്ന് ആലോചിക്കുകയും നിങ്ങൾ എന്തൊക്കെ സംപ്രേഷണം ചെയ്താലും, മരമുറി ചാനൽ എന്ത് കാണിച്ചാലും ആ കാണിക്കുന്നതനുസരിച്ച് ഇനിയിപ്പോൾ ഉള്ള നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ മരമുറി ചാനലിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ മുൻപന്തിയിൽ ആയിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതൊന്ന് പറഞ്ഞ് നിങ്ങളുടെ മാനേജ്മെന്റിനെ കൂടി അറിയിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? തന്റെ ഈ ചാനലില് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞതല്ലേ? അങ്ങനെ ചോദിക്കട്ട. ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ നിൽക്കുന്നത്, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കണ്ടല്ലോ. തട്ടിക്കയറുന്നു, മരമുറി എന്ന് അധിക്ഷേപിക്കുന്നു, മാനേജ്മെന്റിനോട് പറഞ്ഞരെ അധികാരം കിട്ടുമെങ്കിൽ നിങ്ങളുടെ കേസ് അന്വേഷിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തൽ വരെ. എങ്ങനെ അധിക ആത്മവിശ്വാസത്തിലാണ് UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതിലേക്ക്. ആ രീതിയിൽ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തെ പരസ്യമായിട്ട് ഒരു MP ഭീഷണിപ്പെടുത്തുകയാണ്. കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ വാർത്തയാക്കേണ്ടതല്ലേ? അതായത് CPM നേതാക്കന്മാർ ഏതെങ്കിലും ഒരാൾക്കെതിരെ പരസ്യമായിട്ട് ഇത്തരം മുന്നറിയിപ്പോ താക്കീതോ കൊടുത്താൽ ഇതാ ഭീഷണി, കൊലവിളി പ്രസംഗം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നവർ, ഇങ്ങനെ ഒരു ഭീഷണി റിപ്പോർട്ടർമാരോട് ഉന്നയിച്ചിട്ട് സഹപ്രവർത്തകരോട് കാട്ടിയ ആ പ്രതികരണം അവർക്ക് വേദന ഉണ്ടാക്കാതെ പോകുന്നെങ്കിൽ ഈ കാശ് കനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിമ മനോഭാവങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മാറുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. കേരളത്തിൽ VD സതീശൻ എന്ത് വിടുവായത്തരം പറഞ്ഞാലും അത് തലയാട്ടി കേട്ടിരിക്കുന്നത് പോലെ തന്നെ ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിനെതിരെ തെരഞ്ഞു പിടിച്ച് ചാനലിനെ അധിക്ഷേപിക്കാനും ചോദ്യം ചോദിക്കുന്നവർക്ക് നേരെ ഭീഷണി സ്വരം അടൂർ പ്രകാശ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ വസ്തുത പറയുന്ന ഒരു ചാനൽ കൈരളിക്ക് ശേഷം റിപ്പോർട്ടർ ചാനൽ മാത്രമേ ഉള്ളൂ എന്ന് തെളിയുകയാണ്. തങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യാത്തവരെ ഭീഷണി കൊണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന നിലയ്ക്കും ഒപ്പം തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിച്ചും നിശബ്ദരാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ്. കോൺഗ്രസുകാർ ഒരു തരത്തിൽ ഈ കീലേലി അച്ചുവിന്റെ ഗുണ്ടാപ്പണി കാണിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അല്ലാതെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടെങ്കിൽ ഇത്തരം ഭീഷണികളുടെ ആവശ്യമില്ല. റിപ്പോർട്ടർ ചാനലും ഒപ്പം തന്നെ കൈരളിയുടെ പേരുകൾ ആവർത്തിച്ചെടുത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പറയേണ്ടി വരികയാണെങ്കിൽ അവർ കേരള രാഷ്ട്രീയത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന പല
കൃത്രിമ കഥകളെയും പൊളിക്കുന്ന മുഖ്യധാര ചാനൽ ഏതുണ്ടെന്ന് ചോദിച്ചാൽ അതിനുത്തരം റിപ്പോർട്ടർ ചാനലാണ്, അരുൺകുമാറാണ്. വൈകുന്നേരത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ അവർ മെനയുന്ന പല കള്ളക്കഥകളെയും കൃത്യമായി പൊളിക്കുന്നത് ആരെയൊക്കെ പൊള്ളിക്കുന്നു എന്നതിന്റെ തെളിവാണ് അടൂർ പ്രകാശിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്ന് കൃത്യമായി പറയാൻ കഴിയും.